അങ്ങനെ സ്വയരക്ഷയുടെ ഒന്നാം ഘട്ടം നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. പല പുരുഷന്മാരും നമ്മളെ ഭയപ്പെട്ട് ഓടുന്നത് നമ്മൾ കണ്ടു. ഈ വിജയത്തെ ഐതിഹാസിക വിജയം എന്ന് തന്നെ വിളിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഈ ഒരു ആവേശം, ഈ ഒരു ടെമ്പോ അത് നിലനിർത്തുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. നമുക്കൊരു സംഘടനയാക്കി ഇതിനെ രജിസ്റ്റർ ചെയ്യണം. അതെ, നമ്മളുടെ ഒരു അംഗത്തോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയ മറ്റംഗങ്ങൾ യോജിച്ച് അതിനെ നേരിടണം. യുദ്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങോട്ട് ആക്രമണം വരുന്നതിന് മുമ്പ് അങ്ങോട്ട് കയറി അടിക്കുക എന്നുള്ളതാണ്. ആണുങ്ങൾ ഇങ്ങോട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല, നമ്മൾ ഇഷ്യൂ ഉണ്ടാക്കണം, അല്ലേ? അതെ, പ്രശ്നമുണ്ടെങ്കിലേ ഏത് സംഘടനയ്ക്ക് നിലനിൽപ്പുള്ളൂ. അതെ, ഇന്നു മുതൽ നമ്മൾ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കി തുടങ്ങുന്നു. സഹകരിക്കാലോ, ഞാനും സഹകരിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ, നേതൃത്വം വേണം. വാലാകാൻ ഈ സതിയില്ല, തല സതി ശീലിച്ചു. കുഞ്ഞേ, ഇതിപ്പോ നമ്മൾ സ്ത്രീകളുടെ മൊത്തം പ്രശ്നമാണ്. ഇതിൽ നേതൃത്വം വടംവലി പാടില്ല. അതെ, അതാ ഞാനും പറയുന്നു. വടം വലിക്കാറ് നേതൃത്വം എനിക്ക് വിട്ടുതരട്ടെ, ഞാൻ നയിക്കാം. ലത ചേച്ചി പറഞ്ഞതുപോലെ ഇത് പ്രശ്നവാ. പൊതുപ്രശ്നോ? ആര് പറഞ്ഞത് പൊതുപ്രശ്നമാണെന്ന്? ഇപ്പോൾ ഉൾപ്പെടുന്ന ഏത് പ്രശ്നവും എന്നെ സംബന്ധിച്ച് എന്റെ മാത്രം പ്രശ്നമാ, സ്വകാര്യ പ്രശ്നം. ഏതായാലും നിങ്ങളൊന്ന് സംഘടിക്ക്. എതുവരെ പോകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നടക്കണം, ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ ചേച്ചി. ഇങ്ങോട്ട് ചേച്ചി. എന്താടാ എന്താ എന്താടാ എന്റെ മുതുക് തെരഞ്ഞു ഒരുപാട് കണ്ണന്തി പറഞ്ഞാലുണ്ടല്ലോ. എന്നെ കല്ലെടുത്ത് എറിഞ്ഞിട്ട് എന്നെ തന്നെ ഇവര് നിങ്ങൾക്ക് വട്ടാണോ? ഉന്മൂലന്റെ കൂമ്പെന്ന് ഇടിച്ച് ഞാൻ വാട്ടും. ഞങ്ങളെ കല്ലിട്ട് പോലെ ഇവൻ പറഞ്ഞു ആരാത് പറഞ്ഞത്? എന്ന് പറയുന്ന ആരായിരിക്കും? ഒരു പുരുഷൻ. ഈ പട്ടണ പറഞ്ഞ ഞങ്ങൾ. അത് ശരി, വിളിക്ക്, പോലീസിനെ വിളിക്ക്. വേണ്ട, സോറി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അങ്ങനെ ചോറി പറഞ്ഞാ പോരാ, മാപ്പ് തന്നെ പറയണം. ദേ ഇല്ലെങ്കിൽ ഉടനെ പോലീസിനെ വിളിക്കും. പോലീസിനെ കള്ള ലക്ഷണം കൊണ്ടോ ഇങ്ങോട്ട് തരികടാ. മാപ്പ് പറയടാ. മാപ്പ്. മൊബൈലാ ഇത് നിന്റെയാണോ? ആയി നോക്കി. അങ്ങനെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും നമ്മൾ വിജയിച്ചു. ഇപ്പോ അറിയാതെ ഒരു ശക്തി വന്ന പോലൊരു തോന്നൽ അതില്ലേ നിങ്ങൾക്ക്? എന്നാലും ഒറ്റയ്ക്കൊക്കെ പോകുമ്പോ ഒരു ആത്മവിശ്വാസ കുറവ് അതുണ്ട്. ഞാനൊരു അഭിപ്രായം മുന്നോട്ട് വെക്കട്ടെ. കണ്ടോ, ആവശ്യമില്ല. നമ്മൾ കുറച്ചുകൂടി ബോൾഡ് ആവണം. പറയാനുള്ളത് മുഖത്ത് നോക്കി വെട്ടി തുറന്ന് പറയാൻ പഠിക്കണം. എന്നാ ഞാൻ പറയാം. നമുക്കിപ്പോ മാനസികമായിട്ടുള്ള കരുത്തുണ്ട്. ആ കരുത്ത് നമുക്ക് ശരീരത്തിനും വരണം. അതിനെന്ത് ചെയ്യും? അതിന് നമുക്ക് കരോട്ട പഠിക്കണം. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു കരോട്ട ക്ലാസ് അങ്ങോട്ട് തുടങ്ങാം. തീരുമാനിച്ചു. ഞങ്ങള് ടീമായിട്ട് ചേർന്ന് തീരുമാനിച്ചു. എന്ത് തീരുമാനിച്ചു? കരാട്ടെ പഠിക്കാൻ തീരുമാനിച്ചു. എന്താ കേട്ടപ്പോ ഞെട്ടിയല്ലേ? അപ്പൊ ശക്തി അനുഭവിക്കാൻ കൂടെ ചെയ്താലോ? ഞങ്ങൾ പെണ്ണുങ്ങൾ കരാട്ടെ പഠിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ ശക്തി എന്താണെന്ന് പുരുഷന്മാർ അറിയാൻ പോവുകയാ. കണ്ടോ, വീണ്ടും ഞെട്ടി. പറ്റിയതല്ല, പറ്റിച്ചതാ. സ്ത്രീ സമൂഹ
ഒന്നാകെ പറ്റിച്ചു. ഇപ്പൊ ഞങ്ങൾ തിരിച്ചറിയുന്നു, കരുത്തുള്ളവർക്കേ ഭൂമിയിൽ ജീവിക്കാൻ പറ്റൂ. ഭർത്താവ് ശക്തിയെ ശക്തി കൊണ്ട് നേരിടണം. അതിനിപ്പോ ഞാൻ നിന്നോട് ശക്തി ഇല്ലല്ലോ. വേണ്ടല്ലോ, ഭാര്യയേക്കാൾ തനിക്കാണെന്ന് തിരിച്ചറിവ് മാത്രം മതിയല്ലോ ഭർത്താക്കന്മാർക്ക്. ആ അറിവ് വെച്ച് ഭാര്യമാരെ അടിമകളാക്കാമല്ലോ. പക്ഷേ ഒന്നും നടക്കാൻ പോകുന്നില്ല. അയ്യോ, നരേട്ടാ, നരേട്ടാ, പിന്നെ നിക്ക്. ലീലാവതി. നരേട്ടാ, ഛെ, ഞാൻ പറഞ്ഞില്ല, നീ വന്നേ. കരാട്ടയിൽ എക്സ്പേർട്ടായ ഒരു മാഷ്, ആ മാഷിനെ വെച്ച ഞങ്ങൾ ക്ലാസ് നടത്താൻ പോകുന്നേ. ഇങ്ങോട്ട് നോക്കി, ആൺമാഷല്ല പെൺമാഷ്. അപ്പം മാഷല്ല, മാഷി, പെൺമാഷി. കണ്ടോ, അതിലുണ്ടൊരു കളിയാക്കലിന്റെ ധ്വനി. പക്ഷേ കാര്യത്തോടെടുക്കുമ്പോ ഈ കളിയാക്കലൊക്കെ അങ്ങ് അവസാനിക്കും. അവസാന വിജയം ഭാര്യമാർക്കായിരിക്കും, ഭാര്യമാർക്ക്. ചിരിപ്പിക്കേ, ഞാൻ പേടിപ്പിച്ചതാ. ഇങ്ങനെ പേടിപ്പിക്കണത് എനിക്ക് കണ്ടപ്പോ ചിരി വരണേ. എനിക്ക് പക്ഷെ കരച്ചില്ല. കുഞ്ഞേ, സംഗതി കരോട്ടയാ, കരോട്ട. പെണ്ണുങ്ങളെ കരോട്ട പഠിക്കുമ്പം മാത്രം അറിഞ്ഞൂടെന്ന് പറയണത് ക്ഷീണമല്ലേ? അതൊക്കെ ശരിയാ, പക്ഷെ നേതൃത്വം അവക്കല്ലേ. അപ്പൊ കുഞ്ഞിന് കരോട്ട കരോട്ടെ അല്ലേ ചേച്ചി, കരാട്ടെ, കരാട്ടെ. അത് പഠിക്കേണ്ടതാണ്. അല്ല, പഠിക്കണം, പക്ഷെ മാഷിന്റെ വീട്ടിൽ ചെന്നാണ് പഠിക്കുന്നത്. വനിതാ മാഷിന്റെ വീട്ടിൽ ണ്ട് നമ്മള് എക്സ്പെക്റ്റഡ്. അതെ, ലീലാവതി കുഞ്ഞ് എക്സ്പെക്റ്റഡ് ആയി നടക്കുമ്പം കുഞ്ഞ് അത് പഠിച്ചില്ലെന്ന് വെച്ചാ. അല്ല, അതിപ്പോ നേതൃത്വം, സംഘടനാ നേതൃത്വം. അതുമല്ല, ഞാൻ ഇത്ര അകന്നിട്ട് പിന്നെ പോയി താൽക്കാലികം നടക്കണം. അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഏറ്റു കുഞ്ഞേ, ഒന്നും അറിയാത്ത പോലെ ഏറ്റിന്റെ അവിടം വരെ ഒന്ന് വന്നാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. വരാം. നമ്മുടെ കാര്യമാണ്. നമ്മുടെ കാര്യം എന്ന് വെച്ചാൽ പെണ്ണുങ്ങളുടെ കാര്യം. അതിനാദ്യം പെണ്ണുങ്ങൾ തമ്മിലൊരു യോജിപ്പ് വേണം. അതെ, ചേച്ചി ഒരു സ്ത്രീയല്ലേ, എനിക്ക് ചേച്ചിയോട് യോജിപ്പില്ലേ. പിന്നെ ചിലരോട് വൈരാഗ്യമുണ്ട്, അതെന്റെ അവസാനം വരെ കാണുകയും ചെയ്യും. കിടക്കണ് ചുമ്മാതല്ല ആണുങ്ങൾ ആജീവനാന്ത നമ്മളെ ചവിട്ടി മെതിച്ചിട്ടിരിക്കുന്നത്. അവർ നമ്മൾ ചേരില്ലെന്ന്. പാട്ടില് 33% ഉണ്ട് പോലും. ഇപ്പൊ തരും, അങ്ങോട്ട് ചെന്നൂട്ടാ വെച്ചോണ്ട് വിളിക്കണ്. തമ്മിൽ തല്ലി നിൽക്കുന്നവർക്ക് സീറ്റ് കിട്ടിയാ അവിടെ തുടങ്ങും അടി. ഇതൊരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയുള്ള ഉടക്ക. പിന്നെ മഹത്തായ ആദർശം സംരക്ഷിക്കാനുള്ള കുരിശു കുത്തുമല്ലേ നടക്കും. വാലോടിയൊക്കെ ആലോചിച്ച് മതിയേ. കേട്ട് നിൽക്കുന്നു കരുതി എന്തോ അങ്ങ് പറയാൻ തുടങ്ങരുത്. അയ്യോ, അയ്യ, എന്തൊരു നല്ല സ്വരുമിപ്പ്. അയ്യോ, ഞാൻ ഒന്നും പറയണില്ലേ. കരാട്ടയോ ഗലാട്ടയോ അത് അതിന്റെ വഴിക്ക് പറയുന്ന കേട്ടെ, പറയുന്ന കേട്ടെ. വന്നാട്ടല്ലേ ചേച്ചി. അപ്പോ എന്തോ കരാട്ടെ എനിക്ക് സമ്മതം. ഞാൻ ഒരുമിച്ച് നിക്കാം. ഒന്നിച്ച് നേടാം. പൊതു പ്രശ്നമല്ല, ശത്രുത മാറ്റി വെച്ചിറങ്ങാം. അപ്പൊ ദേ നേതൃത്വം രണ്ടുപേരും കൂടി ഏറ്റെടുത്തോളണം. ഒരുമിച്ച് വേണമെന്നില്ല, ഒരാളില്ലാത്തപ്പോ മറ്റൊരാൾ. അങ്ങനെ ആയാലും ഒരുമിച്ച് വന്നില്ലെങ്കിലും ഈ ഇഷ്യൂവിൽ എന്റെ പിന്തുണയുണ്ട്. എന്റെ എന്റെ മേത്തോട്ടാലേ എന്ത് കിടന്ന് കാണിക്കുന്നേ? നമ്മൾ ഇറങ്ങിയേ പറ്റത്തുള്ളൂ. എവിടെ? നമ്മളും കരാട്ട പഠിക്കും. പെണ്ണുങ്ങൾക്കെതിരെ ആണുങ്ങൾ സംഘടിക്കണം. എന്റെ അമ്മാവാ, മനക്കെട്ടി ഉണ്ടെങ്കിൽ ഒരു പെണ്ണുങ്ങളെ പേടിക്കണ്ട. എന്തോ അതൊക്കെ പണ്ട് എല്ലാവർക്കും മനസ്സിന് ശക്തി ഉണ്ടായിരുന്ന കാലത്ത്. ഇപ്പൊ കാലം മാറിയടേ. കൈക്കടത്തിന് ആ കാലം. നോക്ക്, സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി. നമുക്ക് വേണ്ടി എന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് വേണ്ടി. ഓ ഓ, പുരുഷന്മാർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ലോകം സ്ത്രീകളുടെ കയ്യിൽ പോകാൻ പാടില്ല. വിട്ടുകൊടുക്കരുത്. കട്ടയ്ക്ക് കട്ടയ്ക്ക് നമ്മൾ നിൽക്കണം. അമ്മാവാ, പെണ്ണുങ്ങൾ ചാടിയ ഏതുവരെ ചാടും? അമ്മാവൻ വെപ്രാളപ്പെടാതെ. എന്റെ വെപ്രാളൊന്നും. ശത്രുക്കൾ ഒന്നിക്കാൻ പോകുന്നു എന്നൊരു സൂചന കിട്ടിയിട്ടുണ്ട്. ശകുന്തള,
അപ്പൊ എനിക്കെതിരെ നീയും കരാട്ടയും കളരിയൊക്കെ പഠിക്കാൻ പോയില്ലേ? ആ ചേട്ടനെതിരെ ശകുന്തള കരാട്ടെ പഠിക്കുവോ? അങ്ങനൊരു ദിവസം ദേ ആ നിമിഷം ശകുന്തള ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ. ശകുന്തളെ ആ സ്ത്രീകൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് സംഘടിക്കുമ്പോ നമ്മൾ മാത്രം മാറി നിന്ന കരിങ്കാലിയായി പോവും. ആ ഓ അങ്ങനെ ആ. എടി, സൂത്രക്കാരി, നീ സൂത്രക്കാരിയാണ് കേട്ടാ. ആണാണ്. ലോകത്ത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആൾ ആരാന്നറിയാമോ? ഏറ്റവും വലുത് ആന അല്ല. അല്ലേ? ആ പിടികിട്ടി. നീലത്തിമിംഗലം ഏറ്റവും വലിയ ജീവി അല്ല. അതുമല്ലേ? ജിറാഫ്, ഉം, ഉം, എവറസ്റ്റ് കൊടുമുടി, ഉം. ശാന്തസമുദ്രം, അല്ല. സഹാറ മരുഭൂമി, ഉം, ഉം. നയഗ്ര വെള്ളച്ചാട്ടം, അല്ലേ? ഏഷ്യ, അല്ലെന്ന്. ഇതൊന്നും അല്ലേ? ഇതൊക്കെയാണ് ഓരോ വിഭാഗത്തിലെ ഏറ്റവും വലുതെന്ന് ഞാൻ സാമൂഹ്യ പഠനത്തിൽ പഠി. പക്ഷേ ആ. ഈ ശകുന്തളയുടെ സാമൂഹ്യ പാഠം വേറെയാ. ആ ആ. ശകുന്തളയെ സംബന്ധിച്ച് ആ. ഭൂമിയിലെ ഏറ്റവും വലിയ കാര്യം അവളുടെ ഭർത്താവാ. ഇത്രയും വലിയ മഹതിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ദേ, ഈ ഓടിക്കാൻ നിന്നെ ഈ ഭൂമിയിലെ സ്ത്രീ രത്നമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ, അറിയോ? എടി, നീ സ്ത്രീധനത്തിന്റെ ബാക്കി എന്നിട്ട് സംസാരിച്ചാ മതി. നീ എന്റെ അടുത്ത് കളിക്കല്ലേ? ഞാൻ മഹാപശകാണ് ഞാൻ. എന്താ ഓടിക്ക ബഹളം? അല്ല, ഈ സ്ത്രീധനത്തിന്റെ ബാക്കി. പോയി, പോയി, പോയി. അതെ ശകുന്തളെ, ഞാൻ ഒരു കാര്യം ആ, എന്താ ഞാൻ ചേട്ടാ? ഈ ഡയലോഗ് ടേപ്പ് ചെയ്ത് വെക്കാം. അപ്പൊ കൂടെ കൂടെ ഓൺ ചെയ്ത് കൊടുത്താൽ മതിയല്ലേ? അയ്യോ, ഈ ചേട്ടന്റെ ഒരു കാര്യം. നിന്റെ ഒരു കാര്യം. ഓടുന്നു. അങ്ങനെ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ ജീവിക്കാം അല്ലേ? എന്റെ അമ്മോ എന്തിനാ അനിയാ നിനക്ക് നോക്കി നടന്നു? ഇങ്ങോട്ട് വന്നിടിച്ചത് എന്തിന്? ദേ, ആണുങ്ങളെ വാചം അടിയൊക്കെ ഇന്നത്തോടെ തീരും കേട്ടാ. നമ്മള് കരാട്ട പഠിച്ചൊന്ന് ഇറങ്ങിക്കോട്ടെ കേട്ടാ. എല്ലാ അണ്ണന്മാരും ദകളിപ്പ് മാറ്റി തരാം കേട്ടാ. എന്തര് ഓ എന്തര് കൂമ്പിടിച്ചാ മാറ്റി കളയും. ചെറിയനാടാ അല്ല പിന്നെ. വിദ്യ പെട്ടെന്ന് ഹൃദ്യസ്ഥമാക്കാൻ എപ്പോഴും കൂടെ ഉണ്ടാവണേ ദേവി ദേവന്മാരെ. ക്ഷിപ്രപ്രസാദി. ദേവിമാരെ മാത്രം വിളിച്ചാ മതി കുഞ്ഞെ. ദേവന്മാരാണുങ്ങളാ. ആണുങ്ങളെ സഹായം ഇല്ലാതെ നമ്മൾ കരുത്ത് കളിക്കാൻ അയ്യോ, പോവാ. അത് ഞാൻ മറന്നുപോയി. എന്റെ ദേവിമാരെ നിങ്ങൾ മാത്രം കൂടെ ഉണ്ടാവണേ. ക്ഷിപ്രപ്രസാദി. ലീലാവതി കുഞ്ഞ് ശാരദ കുഞ്ഞ് ഇപ്പൊ അങ്ങ് എത്തും. നമ്മൾ അവിടെ ചെല്ലാന്നാ പറഞ്ഞിരിക്കണേ. സത്യം പറഞ്ഞ കരാട്ടെ പഠിക്കുന്നതിന് മുമ്പേ ഇടിക്കാൻ ഒരു ആവേശം ചേച്ചി. ഇടിക്കണം കുഞ്ഞെ, ധൈര്യമായിട്ട് ഇടിക്കണം. ആര് ചോദിക്കേ? സതി കുഞ്ഞിനോട് ആര് ചോദിക്കേ? ചേച്ചി, ആ, ഓ രാഘാലം കഴിഞ്ഞ് ഇറങ്ങാം. ആ ശരി. ദേവിമാരെ കൂടെ ഉണ്ടാവണേ. അമ്മായേ, എന്നെ മാത്രം അനുഗ്രഹിക്കണമേ. ജയ് മാതാ. വാ. എന്റെ ലേ ചേച്ചി, ജയ് മാ. വന്നേ ചേച്ചി. നമുക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അയ്യോ, അതാ വരുന്ന ശകനം മുടക്കി. ഡേയ്, നല്ലൊരു കാര്യത്തിന് മുമ്പ് നീ ശകുനം മുടക്കാനാണ്. മനസ്സിലായി, കരാട്ട പഠിക്കാൻ പോവുകയായിരിക്കും. ഈ കരാട്ട കണ്ടുപിടിച്ചാരാണെന്നറിയോ? ഒരു പുരുഷനാണ്. പുരുഷൻ അപ്പോഴോ ആ പുരുഷനെ പ്രസവിച്ചതേ ഒരു സ്ത്രീ. അപ്പോഴോ ദേ, വണ്ടി വരുന്നു. പോട്ടെ. മാറി വീട്ടിൽ പോ. വീട്ടിൽ പോ. വേറെ മാറി. ഓട്ടോ ഡ്രൈവറുടെ പുരുഷനാണ്. സ്ത്രീകൾ ഓടിക്കുന്ന ഓട്ടം പിടിക്കാത്തത്. കൂളിംഗ് ഗ്ലാസും വെച്ച് ഇറങ്ങിക്കോളും. എന്നെ കളവി അയ്യേ, ഉത്തരം കൂട്ട് വന്നിട്ട് കൊഞ്ചനം കുത്തും. ഒന്ന് പോടാ അവിടെ. എന്താന്ന് കരാട്ട പഠിക്കുന്നതിന് മുമ്പേ ഇവരിങ്ങനെ ഇവരെ കരാട്ട പഠിച്ചാല് കോപ്രായങ്ങളെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ അങ്ങനെ ഒരെണ്ണം കാണേണ്ടി വരുന്നത് ആദ്യമായിട്ടാ. എന്ത്? അയ്യയ്യേ, ഇതെന്തോന്ന് വെള്ളരിക്കപ്പെടണോ? വനിതാ വിമോചനം, കരാട്ടെ പഠിത്തം. നമ്മൾ ഭർത്താക്കന്മാര് മണ്ണുണ്ണികളായി പോയതുകൊണ്ടാണ് ഇവിടെ ഇതൊക്കെ നടക്കുന്നത്. അല്ല, താൻ പറഞ്ഞ നേരെ. തിരിച്ചങ്ങ് വീട്ടിലോട്ട് പോയാലൊന്നും ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഈ നാണക്കേടൊന്നും കാണണ്ടല്ലോ. അല്ല, ഈ വിസ വന്നിരുന്നെങ്കിൽ ഞാനങ്ങ് ശ്രീലങ്കയിലോട്ട് പോയി പച്ച പിടിച്ച് പോയാലല്ലേ. ആണല്ലേ? തമിഴ് പുലികളുടെ വെടികൊണ്ട് മരിച്ചാണ്ടല്ലോ, അതിനൊരു അന്തസ്സുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ പെണ്ണുങ്ങളുടെ കരാട്ട വേറ്റേറ്റ് അന്ത്യശ്വാസം മരിക്കുന്നതിനൊക്കെ എത്രയോ ബെറ്റർ അത്. പിന്നെ അല്ലാതെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റാത്തതിന്റെ പിന്നില് ഒരു ചതിയുടെ കഥയുണ്ട്. അതെന്തോന്നു? അതായത് ഞങ്ങൾ ഈ തുണി സാധനം കൊണ്ടുവന്നൊരു ബാഗുണ്ട്. റസ്കിൻ ബാഗ്, മറ്റേ എയർ ബാഗ്. അത് സതിച്ചേച്ചി എടുത്ത് അലിമാരി വെച്ച് കൂട്ടിക്കളഞ്ഞു. എന്തുവാ, ഈ ബാഗ് ഇല്ലാതെ എനിക്ക് പോകാൻ പറ്റുമോ സുഗുണ? അതേ ചതി തന്നെ ഇവിടെ ചേട്ടത് ഞങ്ങൾ കാണിച്ചു വെച്ചിരിക്കണത്. ഓ,
ഞങ്ങൾ ഒരു ദിവസം മാർക്കറ്റിൽ നിന്ന് നോക്കിയപ്പോ ഇവിടെ ബാഗ് കാണാനില്ല. അയ്യോ ഞാൻ ചാനയും കൂടെ ഒരേ പരതലോട് പരതല്. അപ്പോഴാണ് ഒരു ചിരിയും ചിരിച്ചോണ്ട് പറയുന്നത്, അതെ ബാഗ് നോക്കണ്ട, അത് അലമാരയിലാണ്. ചതി പറ്റിയല്ലോ ഭഗവാനെന്ന് എന്റെ നെഞ്ചര് വിളിച്ച്. സത്യം. അല്ല, സുഗുണന് പോകാൻ ധൃതിയാണെങ്കിൽ അതുപോലത്തെ ഒരു ബാഗ് ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. വേണോ? അതുപോലെ 1000 ബാഗ് കിട്ടും. അല്ല, അതില്ല. പക്ഷെ ആ ബാഗ് കിട്ടുമോ? അതാണ് പ്രശ്നം. ആ ബാഗിനോട് ഞങ്ങൾക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിപ്പോയി. അതാണ് കാര്യം. അതിന്റെ ആ ഒരു കൈപ്പിടി, വള്ളി, സൈഡിലെ 2 അറയില്ലേ സിബില്ലാത്ത, അതൊക്കെ എന്റെ കണ്ണിന്റെ മുന്നിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. അത് ശരി. അപ്പൊ നമ്മൾ തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. ഞങ്ങളുടെ ലെതർ ബാഗ് ഈ പറഞ്ഞ പോലൊക്കെ തന്നെയാണ്. സത്യം. അതിന്റെ എന്റെ കൺമുമ്പിൽ അങ്ങനെ ഇരിക്കുകയാണ് ഈ ബാഗ്. അതിന്റെ ആ ഒരു വള്ളി, ഈ പറഞ്ഞ പോലെ തന്നെ സൈഡ് 2 ബാഗ്, അല്ല ഒറ, ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോണ്ടല്ലോ ഏതാണ്ട് സാമ്യമുണ്ട് അതിന്. നല്ല ബാഗായിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ നമുക്ക് നമ്മുടെ ആ ബാഗ് കിട്ടും. ചിലപ്പോ നമ്മുടെ കാലശേഷം നമ്മുടെ മക്കൾക്കായിരിക്കും ആ ബാഗ് കിട്ടാൻ പോകുന്നത്. ആ, അന്ന് ആ ബാഗുമായിട്ട് നമ്മുടെ മക്കൾ പോട്ടല്ലേ.